ജാഗോ ജീസസ് യൂത്ത് നാഷണൽ കോൺഫറൻസിൻ്റെ ഭാഗമായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പിതാക്കന്മാരാണ് ഈ ഒരു വലിയ കത്തോലിക്ക യുവജന മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ പുഞ്ചിരിക്കുന്ന പിതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട തട്ടിൽ പിതാവാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. പിതാവ് എത്രത്തോളം ഒരു സന്തോഷത്തോടെ, എത്രത്തോളം ഒരു ആവേശത്തോടെയാണ് ഈ ഒരു ജാഗോ നാഷണൽ കോൺഫറൻസിനെ നോക്കിക്കാണുന്നത്? സഭയുടെ പ്രതിസന്ധികളെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, സഭയുടെ പ്രത്യാശയെക്കുറിച്ച് ആരും പറയാറില്ല. ഞാനിവിടെ വന്നപ്പോഴേ എനിക്ക് തോന്നുന്ന ഉത്ഥാനത്തിലെ സഭ അനുഭവിച്ച ആനന്ദത്തിൻ്റെ, പ്രത്യാശയുടെ ഒരു ചക്രവാളമാണ് ഞാൻ കാണുന്നത്. അടച്ച കഥകൾ തുറന്ന് പുറത്തു വന്ന സ്ലീഹന്മാർ പന്തക്കുസ്തായ്ക്ക് ശേഷം ഈ ജാഗോയിലൂടെ കാണുന്ന യുവജന സാന്നിധ്യവും അവരുടെ ഇടപെടലുകളൊക്കെ സഭയുടെ ഭാവി അവസാനിച്ചിട്ടില്ല. സഭയ്ക്ക് ഇനിയൊരു ദൂരയാത്ര ചെയ്യാനുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ട ശക്തി, സാധ്യതകൾ സഭയ്ക്കുണ്ടെന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രത്യാശ. അതുകൊണ്ട് ഈ കോൺഫറൻസിലേക്ക് ഞാൻ വന്നത് ദുഃഖവെള്ളിയാഴ്ചയുടെ സങ്കടവും സംഘർഷങ്ങളൊക്കെ ആണെങ്കിൽ ഉത്ഥാനവും പന്തക്കുസ്തായും കഴിഞ്ഞ് കതക് തുറന്ന് പുറത്തു വരുന്ന ശിഷ്യന്മാരെ പോലെയാണ് ഞാൻ നിങ്ങളോട് ഒന്ന് സംസാരിക്കുന്നത്. ഈ ഒരു ജാഗോ മിഷൻ കോൺഫറൻസുമായി ബന്ധപ്പെട്ട്, ജീസസ് യൂത്ത് നാഷണൽ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് പിതാവ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ യുവജനങ്ങളെയും. പക്ഷേ നമ്മുടെ ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അങ്ങ് എന്താണ് ഇന്ത്യയുടെ യുവത്വത്തിനോട് എന്താണ് ഒരു ആധ്യാത്മിക ഇടയൻ എന്ന നിലയിൽ അങ്ങ് ആഹ്വാനം ചെയ്യാനായിട്ട് പോകുന്നത്? ഈ കോവിഡിന് ശേഷം സഭ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാം അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ കണക്കനുസരിച്ചൊരു പള്ളികളിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു, നമ്മുടെ കൂട്ടായ്മകളിലെ ആളുകൾ കുറഞ്ഞു, സംഘടനകളിലെ ആളുകൾ കുറഞ്ഞു. എല്ലാം സ്വയം ഉള്ളിലേക്ക് വലിയുന്ന ഒരു പ്രതീതിയാണ്. ജാഗോ എൻ്റെ മുൻപിൽ നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ, നമ്മുടെ കാലം കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, നമുക്കിനി ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ 16,000-ൽ കൂടുതൽ യുവജനങ്ങളാണ് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ വളരെ തുച്ഛമാണ്. പലർക്കും ഭക്ഷണം കിട്ടുന്നില്ല, കാരണം നമുക്ക് വിളമ്പി എത്തിക്കാൻ സാധിക്കുന്നില്ല. ഞാനിവിടെ കണ്ടൊരു പ്രത്യേകത, ഒരു മുറിമുറിപ്പില്ല. അതൊക്കെ ഒരു വീട്ടിലെ സ്വകാര്യ സങ്കടം പോലെ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒരു സ്വകാര്യ സന്തോഷം പോലെ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സുമടുത്ത ഒരു പ്രതീതിയല്ല, മനസ്സുണർന്ന ഒരു പ്രതീതി. അതെനിക്ക് തോന്നുന്നത് അത് ഇവിടെ മാത്രമല്ല, എല്ലാ ഭാഗത്തും എനിക്ക് തോന്നുന്നു നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ ജാഗോയ്ക്ക് വന്നിരുന്നുവെങ്കിൽ അവർക്കും യുവജനങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് സാധ്യതകൾ ഉണ്ടെന്നുള്ളതും ആ സാധ്യതകളിലോട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് പഠനക്കളരികളുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ വൈദികർക്കും പിതാക്കന്മാർക്കും സന്യസ്തർക്കൊക്കെ ഉള്ള ഒരു കുഴപ്പം, നമുക്കെല്ലാം കഴിഞ്ഞു, ഇനിയൊക്കെ അടിച്ചു വാരി പോരാനുള്ള സമയമാണെന്നുള്ള ധാരണയാണ്. ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തുറന്ന കണ്ണുകളോടും തുറന്ന ചെവികളോടും കൂടെ ഇവിടെ വരികയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്താലേ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുള്ള ഇന്ധനം നമുക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് നന്ദി പിതാവേ. ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ജാഗോ ജീസസ് യൂത്ത് നാഷണൽ കോൺഫറൻസിൻ്റെ അവസരത്തിൽ അങ്ങ് മനസ്സ് തുറന്ന് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. അങ്ങയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും വിജയകരമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതിനുവേണ്ടി ശാലോം TV മുഴുവൻ പ്രേക്ഷകരുടെയും പ്രാർത്ഥനയും പിന്തുണയും സ്നേഹവും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു ശാലോം. എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകൾ എത്ര മനോഹരമാണ് മക്കളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ജാഗോ ജീസസ് യൂത്ത് നാഷണൽ കോൺഫറൻസിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നു, നമുക്ക് ഈ ഒരു ജീസസ് യൂത്ത് മുന്നേറ്റത്തിൻ്റെ ശക്തമായിട്ടുള്ള നേതൃനിരയിൽ പ്രവർത്തിച്ച വ്യക്തികളൊക്കെ അടുത്ത് അറിയാനും അവരോട് സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. നമുക്കറിയാം, ജീസസ് യൂത്ത് എന്ന് കേൾക്കുമ്പോൾ ജീസസ് യൂത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ വ്യക്തികളും കേട്ടിട്ടുള്ള ഒരു പേരാണ് മനോജ് സണ്ണി എന്നുള്ള പേര്. നമുക്കറിയാം, ഏറ്റവും ആദ്യത്തെ നാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ ജീസസ് യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു. റെക്സ് ബാൻഡ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡ് ആദ്യമായിട്ട് രൂപം കൊണ്ട ജീസസ് യൂത്തിൻ്റെ മ്യൂസിക് ബാൻഡിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് പിന്തുണ കൊടുത്ത് അതിന് ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയാണ്. ഒരുപാട് സവിശേഷതകൾ പറയാനുണ്ട്. ഇപ്പോൾ അദ്ദേഹം ജീസസ് യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ ഫോർമേഷൻ ഡയറക്ടർ കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ആദ്യം തന്നെ തീർച്ചയായിട്ടും ചോദിക്കാനുള്ളത് നമ്മുടെ ജാഗോ നാഷണൽ കോൺഫറൻസിനെ കുറിച്ച് തന്നെയാണ്. ഇത്രയധികം യുവജനങ്ങളേക്ക് ഇവിടേക്ക് ഒഴുകിയെത്തുമ്പോൾ ഒരു 18 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു നാഷണൽ കോൺഫറൻസ് സംഭവിക്കുന്നത്. എത്രത്തോളം ഒരു പ്രതീക്ഷയോടെയാണ് ഈ ഒരു കോവിഡിൻ്റെ ഒക്കെ ശേഷം നമ്മുടെ യുവജനങ്ങളൊക്കെ പള്ളികളിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു സാഹചര്യത്തിൽ ആ ഒരു ചിന്തകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് യുവജനങ്ങൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. എത്രത്തോളം ഒരു പ്രതീക്ഷയും സന്തോഷവും തോന്നും? തീർച്ചയായിട്ടും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് സമയമാണ്. നമ്മൾ ഈ ഒരു വലിയ ക്യാമ്പസിൻ്റെ ഓരോ മുക്കുമൂലയും നമ്മൾ നോക്കുമ്പോൾ അറിയാം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലായിടത്തും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്ന പല ഭാഷകൾ, പല കൾച്ചർ, പല ട്രഡീഷൻ, പല ജനറേഷൻസ് ഞാൻ 10-15 വർഷമായിട്ട് കാണുന്നവർ മുതൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള അനേകം ആൾക്കാരും വരെ ഒരു പല ജനറേഷൻസിൻ്റെ ഒരു വലിയ സംഘമാണ്. യങ്സ്റ്റേഴ്സ് ഉണ്ട്, അഡൾട്ട്സ് ഉണ്ട്, കൊച്ചുകുട്ടികളുണ്ട്. അപ്പം ഇതൊരു ഫാമിലി ഗാദറിംഗ് ആണ്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു ഫോർമേഷൻ, അവരുടെ ഒരു പരിശീലനം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കേവലം ഒരു ദൈവാനുഭവത്തിലൂടെ ഒരുപക്ഷെ ജീസസ് യൂത്ത് കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ഒരാൾ പിന്നീട് പടിപടിയായിട്ട് ക്രിസ്തുവിലേക്ക് വളർന്നു വരുന്ന, ക്രിസ്തുവിൻ്റെ ഒരു തനിരൂപമായി മാറുന്ന ഒരു കാര്യം, ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് താഴെത്തട്ടിലുള്ള ഇടവക ക്യാമ്പസ് പ്രയർ ഗ്രൂപ്പുകൾ മുതൽ ലീഡർഷിപ്പിലുള്ളവർക്കും അതുപോലെ തന്നെ ഫുൾ ടൈമേഴ്സിനൊക്കെയുള്ള ഈ ഒരു ഫോർമേഷൻ പരിശീലനം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത്, ക്രമീകരിക്കുന്നത്? നമ്മളിപ്പം ജീസസ് യൂത്ത് മുഴുവൻ, അത് ലോകം മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് കടന്നു പോകുന്നൊരു ഫോർമേഷൻ പദ്ധതിയാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഓഫർ ചെയ്തിട്ടുള്ളത്. അത് ഒരാൾ വ്യക്തിപരമായിട്ട് യേശുവിനെ കണ്ടെത്തുന്നു, അവിടെ അവർ യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്നു, തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ ഒരു വചനത്തിൽ, പ്രാർത്ഥനയിൽ, കുദാശയിൽ, കൂട്ടായ്മയിൽ ആഴപ്പെടുന്ന ഒരു ഭാഗം. അതോടൊപ്പം തന്നെ യേശുവിനോടൊപ്പം അവർ മുമ്പോട്ട് അവരുടെ ജീവിതം നയിക്കുന്നു. അത് നമ്മളതിനെ എമൗസ് കോഴ്സ്, പല കോഴ്സുകളായിട്ടാണ് അത് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു അവസാനമാണ് അവരൊരു ശിഷ്യത്വത്തിലേക്കുള്ള ഒരു റെസ്പോൺസ് നടത്തുന്നത്, ഒരു ഡിസൈപ്പിൾഷിപ്പ് റെസ്പോൺസ് നടക്കുന്നു. അവിടെയാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കുള്ളൊരു ജീവിതത്തിന് തുടക്കം അവിടുന്ന്. അതുവരെയുള്ള ഒരു ജേർണി പ്രോസസ്സാണ്. ഒരു ശിഷ്യയായിട്ട് ജീവിക്കാനായിട്ട് അവരെടുക്കുന്ന ഒരു കോൺഷ്യസ് ഡിസിഷനുണ്ട്. അവിടെ മുതലാണ് നമ്മൾ പറയുന്ന ഒരാളെ ജീസസ് യൂത്ത് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഒരു മിഷണറി ഫോർമേഷൻ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും അവരെവിടെയായിരിക്കുന്നു അവിടെ നിന്നുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവിടെ വിട്ടുപറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടാവാം. ഒരു മിഷണറി ആയിട്ട് ജീവിക്കാനുള്ള അടുത്തൊരു ഫൈനൽ ഫേസ് ഫോർമേഷനും ഉണ്ട്. അപ്പം എല്ലാ ഡിസൈപ്പിൾസും അയക്കപ്പെടേണ്ടവരാണെന്നുള്ളതും അങ്ങനെയുള്ളൊരു ഒരു ഫോർമേഷനിലേക്കാണ് നമ്മൾ അവരെ എപ്പോഴും നയിക്കുകയും ചെയ്യുന്നത്. വിശേഷിച്ചും ഈ ഒരു ഫുൾ ടൈമർഷിപ്പിൻ്റെ ഒരു പ്രോഗ്രാം, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആരംഭത്തിൽ കൊടുക്കുന്നത് ഒരു 40 ദിവസത്തെ ട്രെയിനിങ്, ആ ഒരു ഫോർമേഷൻ, അത് പലപ്പോഴും ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതിയിലേക്ക് അവരെ വളർത്താറുണ്ട്. പലപ്പോഴും ഈ ഒരു ഫുൾ ടൈമർഷിപ്പ് കഴിഞ്ഞ ഒത്തിരി പേര് വൈദിക സന്യസ്ത ദൈവവിളികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഫുൾ ടൈമർഷിപ്പ് ഫോർമേഷനിൽ അതിനുവേണ്ടി അവരെ പരിശീലിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട് അവർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു ഫോർമേഷൻ ക്രമീകരിക്കുന്നത്? അത് ഫുൾ ടൈമർഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് ജീസസ് യൂത്തിൻ്റെ എന്താ പറയുക, ഫ്ലാഗ്ഷിപ്പ് ട്രെയിനിങ് എന്ന്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ്ങിലൊന്നാണ്. നമ്മൾ ഒരാൾക്ക് കിട്ടേണ്ട ഒരു വർഷങ്ങൾ നീണ്ടു വരാവുന്ന ഒന്ന് നമ്മളൊരു 30-40 ദിവസം കൊണ്ട് ഇൻറ്റൻസായിട്ട് അവർക്ക് കൊടുക്കുക ചെയ്യുന്നത്. അത് അവരുടെ പ്രാർത്ഥനാനുഭവമുണ്ട്, ഒരു വ്യക്തിപരമായിട്ട് വളരുന്നതുണ്ട്, യേശുവിൽ ബന്ധം ആഴപ്പെടുന്നതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടുന്ന സ്കിൽസ് ഉണ്ട്, വചനത്തിൽ ആഴപ്പെടുന്നതുണ്ട്, പ്രോഗ്രാമുകൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതുണ്ട്, അത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതുണ്ട്. അങ്ങനത്തെ എല്ലാ തലങ്ങളിലുമുള്ള അവരുടെ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ടും നല്ലൊരു ആധ്യാത്മിക നേതാവായിട്ടും അവർ വരാനായിട്ടുണ്ടാകേണ്ട ഒരു ട്രെയിനിങ്ങാണ് നടക്കുന്നത് ഈ 40 ദിവസം. തീർച്ചയായിട്ടും അത് മാത്രമല്ല, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 40 ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊരു പ്രാക്ടിക്കലി അവർക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നത്. അവർ പോകുന്നതെല്ലാം വളരെ ഡിഫിക്കൽട്ട് സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ അവർ ഈ ട്രെയിനിങ് എടുക്കുന്നതെല്ലാം അങ്ങനെ തന്നെ അവർ പഠിച്ചതിനേക്കാളും ഒരു 10 മടങ്ങ് ഇൻറ്റൻസിറ്റിയിൽ അവർക്ക് ആവശ്യമായിട്ട് വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അത് ആഴപ്പെടാനായിട്ടുള്ള എപ്പോഴും ഒരു സാധ്യതയുണ്ട്.
ധാരാളം വൊക്കേഷൻസും ധാരാളം കമ്മ്യൂണിറ്റി ആളുകൾ വന്നേക്കാം നമ്മുടെ ഒരു പ്രോജക്റ്റ് കൂടെ, ഫുൾ ടൈം മെമ്പർഷിപ്പ് കൂടെ. ഇപ്പോൾ നമുക്ക് ഇവിടെ മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, നമ്മൾ ആഫ്രിക്കയിലും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യുഗാണ്ടയിൽ നമ്മൾ ഈസ്റ്റേൺ ആഫ്രിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ നടക്കുന്ന തായ്ലൻഡ് വെച്ച്, നമ്മളിപ്പോൾ ശ്രീലങ്കയിലായിരുന്നു നമ്മൾ ചെയ്തത്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബാച്ചും ഉണ്ട്. നമുക്ക് 3 ബാച്ച് ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ റൺ ചെയ്യുന്നുണ്ട്, 1 മാസത്തിൽ കൂടുതൽ ട്രെയിനിങ്ങുകൾ. ഒപ്പം ഈ ഒരു ഫോർമേഷൻ കൊണ്ട് നമ്മുടെ യൂത്ത്, ജീസസ് യൂത്ത് മേഖലയിൽ അവർ വളരുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അവരുടെ ഇടവകയിലും അവരായിരിക്കുന്ന സമൂഹത്തിലും അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഒരു 100% ജീവിക്കുന്ന വ്യക്തിയായിട്ട് അവർ മാറുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു ഫോർമേഷൻസ് എല്ലാം നമ്മുടെ സഭയ്ക്കും ചുറ്റുമുള്ള സമൂഹത്തിനും എത്രത്തോളം ഫലങ്ങൾ നൽകുന്നതായിട്ട് മാറിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്ന യേശുവായിട്ടുള്ള ബന്ധമാണല്ലോ അത്. അതിൽ നിന്നാണ് ബാക്കി എല്ലാം വരുന്നത്. അത് നമ്മൾ എന്തുമാത്രം യേശു കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് വരുന്നോ അതനുസരിച്ച് നമ്മുടെ എല്ലാ തലങ്ങളിലും, അത് ബന്ധങ്ങളായിരിക്കാം, നമ്മുടെ ഒരു മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, മറ്റുള്ളവരോടുള്ള കരുണയോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, നമ്മൾ സഭയിൽ ഇൻവോൾവ് ആകുന്ന കാര്യത്തിലായിരിക്കും, എല്ലാത്തിലും വരുന്ന വ്യത്യാസം വരുന്നത് ആ ഒരു ജീസസ് സെൻറ്റേർഡ് ലൈഫിൽ നിന്നാണ് വരുന്നത്, നമുക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫോർമേഷൻ്റെ ഫോക്കസ് അത് തന്നെയാണ്. എല്ലാ തലങ്ങളിലുള്ള ഫോർമേഷൻ ഉണ്ടെങ്കിലും നമ്മൾ പറയും ഹ്യൂമൻ, പാസ്റ്ററൽ, ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ 4 തലങ്ങളിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു ഫോർമേഷൻ്റെ അൾട്ടിമേറ്റ് എയിം യേശു രൂപപ്പെടുന്നത് വരെ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു രൂപപ്പെടുന്നത് വരെ നമ്മളൊരു ഹൃദയവേദനയോടുകൂടി അവർക്ക് വേണ്ടി അവരോടൊപ്പം ആയിരിക്കുക, അവരെ അക്കമ്പനി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനൊരു വലിയ വ്യത്യാസം ഞാൻ വിചാരിക്കുന്ന മൂവ്മെൻറ്റിൽ ഉടനീളം വരുന്നുണ്ട്. മൂവ്മെൻറ്റാണെങ്കിൽ ഇത്രയും സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഇത്ര രാജ്യങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ ആണെങ്കിലും, നമുക്ക് കേരളത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം ഇത്ര ആളുകൾ ഇന്ന പ്രോഗ്രാംസ് കൂടുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഇന്നത് കിട്ടുന്നുണ്ട്, നമുക്ക് പിന്നെ ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ മൂവ്മെൻറ്റ് ഇങ്ങനെ സ്പ്രെഡ് ആകുമ്പോൾ നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് അവർ ലഭിക്കുന്നത്, ഏത് രീതിയിലാണ് കിട്ടുന്നത്, ശരിയായിട്ടുള്ള ഫൗണ്ടേഷൻസ് ആണ് അവർ റിസീവ് ചെയ്യുന്നൊന്നും അറിയത്തില്ല. ഈ ഫോർമേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണ്, എല്ലാവർക്കും അവരവർക്ക് വേണ്ടത് അവർക്ക് വേണ്ട രീതിയിൽ, പക്ഷേ അതിനെല്ലാത്തിനും ഒരു ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ ജീസസ് യൂത്ത് കൂട്ടായ്മയുടെ മുഴുവൻ ഒപ്പം എല്ലാ കാലത്തും ശാലോം TV പ്രേക്ഷകരുടെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. I have just put together a few photographs just so that you can also look at the early times of our journey. Okay, this is one of the earliest Jesus Youth Ministries, 1989. Somewhere around the Second World War? No, much after that. So you can see there's Manoj Sani, Alphonse. Here you can see me in that blue trousers. Yeah, let's go. This was proper one of our first
Rex Band concerts. It was done in a park in Cochin. And, we had these uniforms that looked like prisoners. We had like white shirts with lines on it. And we all used to belt up. And so I think the girls look much better. But you can see Alphonse at the left end. Yeah. Okay. This was one of the early campus programs in which we ministered. You can see the mics and the thing. This is our director, Father Anthony. He's a great musician, Hindustani musician. He was here. This was one of our first international, first World Youth Day appearances in Canada. That was the first band from the Asian subcontinent to actually go to the World Youth Day. 2002. That was in 2002. So it was a great blessing to actually go there, perform. Let's go to the next one. You can see that is Umesh, JB, our early dancers and all that performing. They're still there. I mean, it's a miracle that we are all still there when we look at these things. So that was in 2002. And then, we went on to over 6 World Youth Days to represent the movement, to represent the vision of Asia, and also our music. And perhaps some of the music that we had, it had that fusion element because of Alphonse's background in Carnatic, Father's, Achin's background in Hindustani, and all that. We had music that was kind of fusion, which we used in the other World Youth Days too. Let's go. This was in Germany, Düsseldorf. And you can see the kind of uniforms that we wear. Ethnic chic. Let's go. And this was one of our early Indian concerts. That was 2006, 2007 in Goa. So you can see the hoarding. And our logo was different at that point of time. I'll just ask Beena to add on to this. Beena has been part of the journey since the beginning, our lead vocalist. She's also written songs for the Rex Band. And she's been part of holding us together. So that's Beena. It's really difficult to decide what to say. There's so much. A lot of joy, a lot of gratitude. Like the loaves and the 2 fish and the 5 loaves that the little boy gave. I still remember Shelton and Alphonse. They were only 17 when we started the Rex Band. Their mushes were just sprouting. Okay? And I think myself and Manoj, we were one of the oldest in the group. And I was just out of college, just newly joined at St. Teresa's College as an assistant professor. So they used to hang out at home. So I've seen them from the time they were just outside of their teens, and grow into such wonderful musicians. I still remember Alphonse sitting with a VCD, and he was sitting cross-legged in front of the VCD player because he had to manually, you didn't have a remote then, to fast forward and, to rewind, to pick out chords. You guys have so much of resources at hand, the net and everything, but to learn a chord, to learn different positions, to learn different styles, they had to sit in front of a VCD, and then keep rewinding and unwinding and writing it down and learning those chords. And I still remember how we didn't have any musical instruments that we owned. We always had to borrow it or we had to hire them. So I just see how we gave the little that we had. And in the initial meetings, how Manoj used to say, we have to give him our very best. And we gave the best of what little we had. And he just took it and multiplied it so many times over. And the miracle is that we are still around after so many years. I came into the Jesus Youth through a retreat when I was a second-year degree student in college in 1985. 2-3 weeks after my retreat, after I gave my life and surrendered myself to the Lord, I was called to be part of the music ministry for the first ever All Kerala Jesus Youth 85 Conference campus program. And that was my first time on a stage in a Jesus Youth Conference. And from there, the Lord has really lifted us up. So from 1985 to imagine that I'm still here, almost 40 years later, right? 2 more years and it'll be 40 years since I came into the music ministry.
And I'm still here sitting and watching all the new young bands. And I'm a mother of 3, and I sometimes feel when I see the Acts of the Apostles and Master Plan and Inside Out and Vox Christi and all of our JY bands performing on stage, I have, like a mother's pride. When you are in school, you have your annual day, and the children, your mother sits there and just sees you on stage and is so happy. It's like that for me to see all of these young musicians, all the music ministry members coming up and doing such wonderful things. I think one of the greatest blessings for the Rex Band has been that from 85, 89, 90, we were together in the music ministry before that, but the Rex Band came into being in 1989 December when we sang for the National Convention. And from then we've been together, and we've seen the movement grow at close quarters. We've seen, like, from being initially only in Kerala, where we used to travel every month, the length and breadth of Kerala, having concerts everywhere in Kerala. From there, as the movement spread and became national, we started moving out, going to Goa and Delhi and all of the cities of India. And then slowly from the year 2000 onwards, as it slowly began to take form and had a very strong presence internationally in different countries, we started going abroad to all of these countries that the Lord took us to. And we saw firsthand how the Holy Spirit really worked and helped the movement grow. That has been one of the biggest blessings for us. We have not just seen how we have been formed and how we have grown together as a band. More than that, our biggest blessing has been that we have witnessed the growth of the movement, and we are still seeing the mighty things the Spirit is doing all across the world. So let's give the Holy Spirit a big hand. Thank Him for this beautiful movement that has kept us together when so many music bands find it difficult to stay together and they break and they go their separate ways. How have we been together? The Rex Band or the Jesus Youth Movement. It is the Holy Spirit's doing. This unity, this fellowship, this friendship, this bond of love that binds us together. It is for this that we really have to be grateful to the Lord. I'll ask Alphonse to say something about his part in the Rex Band and his journey. Hi everyone, hallelujah. When I think about Rex Band, more than music, it was a family, because at that time I was just, doing my first year pre-degree. Pre-degree means +1. And I was just, trying to learn music and, try to do compositions little by little. And when I became part of Rex Band, it was like we had a place, Manajatan's house. That was the place where we all come together, and Shelton, Linton, Andy Churton, and all of us come together. For me, I was staying with Manajatan and Beena Chechi, so that was my home. And that was where I grew in the faith. I came to the band. The music was, mainly important thing at that time. But, slowly, with the sharings and, prayers together and the sharings, like, we all share all our difficulties and, all the struggles we go through when we come together. And I think that is how Jesus, started growing my music also, And I could find my genre of music there. Like, I was from a Carnatic music background, but I was fascinated about Western music and all. But when we all came together, a kind of new genre, like, fusion music. At that time, fusion music was not at all, on the scenario. But
we just started like, fusing our own styles together, and, we made some songs. We didn't know that, people will like it or not, but we did our best. But slowly, I could find that, the word of God was happening in my life. Like, seek first the kingdom of God and everything shall be added unto you. When I started, when we all started giving our music for the glory of God, God started working in us, and that is how I am now. And I really want to thank Jesus for all these wonderful years. So sometimes more than the music, people like us because we are a community together and we like each other very much. So sometimes that also works when our music doesn't work. Also, music comes second to us. So many people say music is first, but first comes the desire to follow Jesus and where Jesus is taking us. So that is beautiful. And that is something that we have to share with you. So let's give the Lord a big hand for growing all these music groups. The Acts of the Apostles, the Master Plan, Vox Christi, all of them are such beautiful. And such a beautiful movement we have that has space for different kind of people, music and all that. And we'd like to teach you a small song, one of our early songs, which is a reflection of what we are ultimately. Like I said, music comes second because we belong to Jesus. We belong to you, and we give our lives to you as an offering of praise. We belong to you, and may everything we do be acceptable to you. Holy and acceptable in thy sight, a prayer that's for real, led by the Spirit, not as the world, but be transformed, renewed in body and mind, seeking the wisdom of God in everything we say and do. Holy and acceptable in thy sight, a prayer that's for real, led by the Spirit, not as the world, but be transformed, renewed in body and mind, seeking the wisdom of God in everything we say and do. We belong to you, and we give our lives to you as an offering of praise.